സോ ഹേ ഗൈസ്, ഇറ്റ്സ് മീ യുവർ ഫാർഗോ. സോ ആഫ്റ്റർ എ ലോങ് ടൈം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. സോ ടൈറ്റിലും തമ്മിലൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഐ ടു ക്രിയേറ്റ് യുവർ ഓൺ സെൻസിറ്റിവിറ്റി. ഓക്കെ, സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഏകദേശം ഭൂരിഭാഗം ആൾക്കാരുടെ കയ്യിൽ ഓരോ യൂട്യൂബേഴ്സിൻ്റെ സെൻസിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് ആൾക്കാർക്ക്, അതായത് 90% ആൾക്കാർക്കും സെറ്റാവില്ല ആ ഒരു സെൻസിറ്റിവിറ്റി. കാര്യം അവരുടെ ഡിവൈസ് വേറെ ആയിരിക്കും, കൺട്രോൾ ക്ലോ വേറെ ആയിരിക്കും. ചിലപ്പോൾ അവർ ഫുള്ള് ഗൈറോ ആയിരിക്കും, പക്ഷേ നിങ്ങൾ ചിലപ്പോൾ ADS പ്ലെയർ ആയിരിക്കും. സോ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങളുടെ ഫ്രണ്ട് എന്താ പറയുക, സെയിം ഡിവൈസ്, സെയിം FPS എല്ലാം സെയിമാണ്, പക്ഷെ എന്നാലും നിങ്ങൾക്ക് ആ സെൻസിറ്റിവിറ്റി സെറ്റാവില്ല. കാര്യം അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ കയ്യിൽ ചിലപ്പോൾ എന്താ പറയുക, കൺട്രോൾ ക്ലോ വേറെ ആയിരിക്കും, എല്ലാം വേറെ ആയിരിക്കും. സോ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ളൊരു സെൻസിറ്റിവിറ്റി എങ്ങനെ സെറ്റാക്കി എടുക്കുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ടോക്ക് ചെയ്യാൻ പോണത്. ഓക്കെ, സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. സോ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോവുക. Let me down. സോ ഗൈസ്, നിങ്ങൾ ഈ ഒരു സെക്ഷനിൽ വന്നിട്ട് നിങ്ങൾക്ക് വേണ്ട സ്കോപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങളൊന്ന് അടിച്ചു നോക്കുക. ഓക്കെ, നിങ്ങൾ ഗ്രിപ്പൊന്നും ഇടാൻ പാടില്ല കേട്ടോ. ഗ്രിപ്പൊന്നും ഇടാണ്ടൊന്ന് അടിച്ചു നോക്കുക. M4 കൺട്രോൾ ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. സ്കാറിൽ യൂസ് ചെയ്യാൻ കുറച്ചും കൂടി പാടായിരിക്കും. നിങ്ങൾ രണ്ടിലും സ്കോപ്പ് ഇട്ടിട്ട് ഫസ്റ്റ് സ്കാറിൽ ട്രെയിൻ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ M4ലോട്ട് പോകുക. കാര്യം സ്കാറിൽ കുറച്ച് പാടായിരിക്കും. ഫസ്റ്റ് നിങ്ങൾ റെഡ് ഡോട്ട് എടുത്തിട്ടൊന്ന് അടിച്ചു നോക്കുക. അടിച്ചു നോക്കുന്ന സമയത്ത് കുഴപ്പമില്ലാണ്ട് അടിക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ സ്കോപ്പ് മേലോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൻസിറ്റിവിറ്റി എടുത്തിട്ട് റെഡ് ഡോട്ട് +5 ചെയ്യുക. ഓക്കെ, +5 ചെയ്തിട്ട് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് അടിച്ചു നോക്കുക. അടിച്ചു നോക്കുന്ന സമയത്ത് സാധനം അതായത് കൂടിപ്പോയി താന്ന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ -3 ചെയ്യുക. ഇപ്പോൾ സെൻസിറ്റിവിറ്റിനെ കാട്ടും. -3 ചെയ്തിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു മിഡ് റേഞ്ച് കിട്ടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ആ ഒരു സെൻസിറ്റിവിറ്റി കളിക്കാൻ നിൽക്കരുത്. പിന്നെ ആ ഒരു റെഡ് ഡോട്ടിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ വേറെ സ്കോപ്പ് ഇടുക. അതായത് ഇപ്പോൾ എക്സാമ്പിൾ 6, 3, 4, 2 എല്ലാത്തിലും നിങ്ങൾ +5, +6, +4, ഓക്കെ, +5, +6, -3 അങ്ങനെയൊക്കെ ഇട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം സെറ്റായെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ആ ഒരു സെൻസിറ്റിവിറ്റി ചെയ്യരുത്. നിങ്ങൾ പിന്നെ ഈ സാധനം നിങ്ങളുടെ പഴയ സെൻസിറ്റിവിറ്റി അപ്ലോഡ് ക്ലൗഡ് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് ഈ സെൻസിറ്റിവിറ്റി എങ്ങാനും പാളിയിട്ടുണ്ടെങ്കിൽ ക്ലൗഡ് മാനേജറിൽ നിന്ന് നിങ്ങൾക്ക് പഴയ സെൻസിറ്റിവിറ്റി ഇട്ട് കളിക്കാൻ പറ്റും. പിന്നെ അതിൽ ഓരോരോ മാറ്റങ്ങൾ പറ്റുക. ഓക്കെ, പിന്നെ BGMI കുറേ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അവിടെ, അതൊക്കെ ട്രെയിൻ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് സെൻസിറ്റിവിറ്റി സെറ്റായി, എനിക്ക് സെൻസിറ്റിവിറ്റി സെറ്റായി, അവസാനം കളിക്കാൻ പറ്റുന്നുണ്ട്, ഞാൻ പോയി ക്ലാസിക്കൽ, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ ഗ്രൈൻഡ് ചെയ്ത് അവസാനം സെറ്റായെന്ന് മനസ്സിലാക്കുന്ന സമയത്ത് കളിച്ചു തുടങ്ങുക. ഓക്കെ, ഇത് കുറേ വട്ടം കളിച്ച് സെറ്റാകുന്ന സമയത്ത് നിങ്ങൾക്ക് സെറ്റാവും. ഓക്കെ, പക്ഷേ നിങ്ങൾ ഓരോ ആഴ്ചയും സെൻസിറ്റിവിറ്റി മാറ്റാതിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെൻസിറ്റിവിറ്റി നല്ല രീതിക്ക് സെറ്റാവും. ഓക്കെ, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, പിന്നെയുള്ള ഇതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, ഓരോ ആഴ്ചയിലും ഓരോരോ സെൻസിറ്റിവിറ്റി മാറ്റാതിരുന്നാൽ മതി. ഓക്കെ, സോ പിന്നെയുള്ള എല്ലാവർക്കും ഒരു പ്രശ്നമായിരിക്കും ജോയ്സ്റ്റിക്ക് ജഗിൾ ഫൈറ്റ് ചെയ്യുന്ന സമയത്തുള്ളൊരു പ്രശ്നം. അതായത് ജഗിൾ ഫൈറ്റ് അധികം അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ബട്ടൻ്റെ ഒരു സ്മൂത്ത്നെസ് കിട്ടില്ല. അതിനായിട്ട് നിങ്ങൾ നേരെ സെറ്റിങ്സിൽ പോയിട്ട് കൺട്രോൾസിൽ പോയിട്ട് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ്, നിങ്ങളുടെ ഫോണൊന്ന് നിലത്ത് വെച്ചിട്ട് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് എടുത്ത് നിങ്ങൾ കണ്ണടച്ചിട്ട് നിങ്ങളുടെ കൺട്രോൾ ഉണ്ടല്ലോ, അതായത് ഈ ഒരു ജോയ്സ്റ്റിക്ക് അനക്കുന്ന അവിടെ നിങ്ങൾ കണ്ണടച്ചിട്ടൊന്ന് ഞെക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എവിടെയാണോ കൈ വരുന്നത് അവിടെ കൊണ്ടുപോയി ജോയ്സ്റ്റിക്ക് പ്ലേസ് ചെയ്യുക. എൻ്റെ ഇതെന്ന് പറയുന്നത് 90 ആണ് ബട്ടൺ സൈസ്. അത് അത്യാവശ്യം കുഴപ്പമില്ല. നിങ്ങൾക്കൊരു 75 ഒക്കെ ഇടാവുന്നതാണ്. സോ ഗൈസ്, ഈ ഒരു ഡിവൈസിലാണ് ഞാൻ കളിക്കുന്നത്. ലോ എൻഡ് ആണ്, 20 FPS ഡിവൈസാണ്. സോ നോൺ ഗെയറോ ആണ് ഗൈസ്. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, എൻ്റെ വീഡിയോ കാണുന്ന 98% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. സോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, സോ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുത്തേക്കാം. സോ ടാറ്റാ, ഗുഡ് ബൈ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ ഗൈസ്.